ഹലോ, എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബിലിമ്പി അച്ചാർ അല്ലെങ്കിൽ ഇരുമ്പൻ പുളി പിക്കിൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബിലിമ്പി എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബിലിമ്പി. ആദ്യം ഇതിപ്പോൾ കുറച്ച് ചെറിയതായിട്ടേ ഉള്ളൂ. വലിയതാവുന്നതിന് മുന്നേ ഈ ഒരു ചെറിയ രൂപത്തിൽ കാണുമ്പോൾ തന്നെ പറിച്ച് അച്ചാറിടുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക വലിയതായിട്ട് ഇടുന്നതിനേക്കാളും. അപ്പോൾ ഇത് പറിച്ച് നമുക്ക് ഇപ്പോൾ ബിലിമ്പി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇലിമ്പി ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഇതാദ്യം നമുക്ക് മുറിച്ച് ചെറുതായി മുറിക്കുക, ഒന്നുകിൽ നീളത്തിൽ അല്ലെങ്കിൽ വട്ടത്തിൽ മുറിക്കുക. എന്നിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ആവിയിൽ പുഴുങ്ങാതെയും ഇത് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം കടുക് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിത്തുടങ്ങിയാൽ നമുക്കിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക് കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 2ആയി കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും 5 പച്ചമുളക് അത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ബിലിമ്പി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇലിമ്പി പുഴുങ്ങുന്ന ടൈമിൽ തന്നെ കുറച്ച് ഉപ്പൊന്ന് പെരക്കിയതിന് ശേഷമാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ബിലിമ്പി പുഴുങ്ങുന്ന ടൈമിൽ അത് ബിലിമ്പിയിൽ ഉപ്പ് പെരക്കിയതിന് ശേഷമാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം 1/4 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 2 ഏലക്കായ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ അമ്മിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അമ്മിയിൽ തന്നെ പൊടിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് മിക്സിയിലിട്ടും പൊടിക്കാം. ഇതിപ്പോൾ ഗ്രാൻഡ് മദർ സ്പെഷ്യൽ പിക്കിൾ ആയതുകൊണ്ട് അമ്മമ്മക്ക് നിർബന്ധമാണ് അമ്മിയിൽ തന്നെ പൊടിക്കണമെന്ന്. അങ്ങനെ അമ്മിയിൽ തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്.
നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി നമുക്ക് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ പൊടി ഇടാതെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള പിക്കിൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുക്കളക്കൂട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.